ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം CBCക്ക് ഒരു അഭിമുഖം നൽകുകയുണ്ടായി. 60 മിനിറ്റ് പ്രോഗ്രാമിലാണ് ആ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നോറ ഓഡോണലാണ് അഭിമുഖം നടത്തിയിരിക്കുന്നത്. ദീർഘമായ ഇൻ്റർവ്യൂകൾ എടുക്കാൻ മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ നൽകാൻ ട്രംപോ തയ്യാറാകാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. ആദ്യമായ അഭിമുഖത്തിൽ ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ചൈനയുമായി ഇപ്പോൾ നല്ല ബന്ധമാണ്, കോവിഡ് സാഹചര്യം പോലെയല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന അഭിമുഖത്തിൽ ട്രംപ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം ആണവ ടെസ്റ്റുകളെക്കുറിച്ചാണ്. ന്യൂക്ലിയർ ടെസ്റ്റുകൾ ഇനിയും നടത്താൻ വേണ്ടി അമേരിക്ക തയ്യാറാവുകയാണ്. സമാധാനത്തിന് നൊബേൽ പ്രൈസ് ആഗ്രഹിച്ച് അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്തിയ അതേ US പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് ലോകത്തെ 150 തവണ നശിപ്പിക്കാൻ ആവശ്യമായ ന്യൂക്ലിയർ സംഭരണി തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ആണവ പരീക്ഷണവുമായി അമേരിക്ക മുമ്പോട്ട് പോവുകയാണ്. കാരണം റഷ്യ ടെസ്റ്റ് നടത്തുന്നു, അതുപോലെ ചൈന ടെസ്റ്റ് നടത്തുന്നു. ട്രംപിൻ്റെ അഭിമുഖം ഏതാണ്ട് 73 മിനിറ്റുണ്ട്. 73 മിനിറ്റും ട്രംപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രംപിൻ്റെ ആ അൺഎഡിറ്റഡ് വേർഷനിൽ വളരെ കൃത്യമായി പറയുന്ന മറ്റൊരു കാര്യം, പാകിസ്ഥാനും ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നു, പാകിസ്ഥാനും ആണവ പരീക്ഷണം നടത്തുന്നുവെന്ന് ട്രംപ് ആരോപിക്കുകയുണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിൽ, യുദ്ധം നിർത്തുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്ന കാര്യം ട്രംപ് ആവർത്തിക്കുകയാണ്. പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ തന്നോട് പറഞ്ഞത് ഈ രീതിയിലുള്ള ആൾനാശം ഇന്ത്യക്ക് സംഭവിക്കുമായിരുന്നു. ട്രംപിൻ്റെ സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് വലിയ നഷ്ടം സംഭവിക്കുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി തന്നോട് പറഞ്ഞുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ലോക ശാക്തിക ചേരിയിൽ തങ്ങളുടെ ശക്തിക്ക് ഒരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല എന്ന് ലോകത്തെ വെളിപ്പെടുത്താൻ കൂടി അമേരിക്ക ഈ ആണവ പരീക്ഷണത്തിലൂടെ, ആണവ ഭീഷണിയിലൂടെ ലോകത്തെ ഭംഗിന്തരേണ അറിയിക്കുന്നുണ്ട്. അമേരിക്കയുടെ ശക്തിക്ക് ഒരു കുറവുമില്ല എന്ന് തങ്ങളുടെ സഖ്യകക്ഷികളെയും തങ്ങളുടെ എതിരാളികളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ട്രംപ് ഇത്തരം അവകാശവാദങ്ങളും മറ്റ് കാര്യങ്ങളും പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. ന്യൂയോർക്ക് മേയറായി മമതാനി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു തരത്തിലുള്ള ഗ്രാൻറ്റും അമേരിക്ക അനുവദിക്കുകയില്ല എന്ന പരസ്യമായ ഭീഷണിയും മമതാനിക്കെതിരെ ട്രംപ് മുഴക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, വെനുസിലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്കാണ്. നിക്കോളാസ് മഡുറോയുടെ നാളുകൾ എണ്ണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ അന്ത്യം അടുത്തു എന്ന ശാസനയും ഭീഷണിയും അഭിമുഖത്തിൽ ഉയർത്തുന്നുണ്ട്. അമേരിക്കയുടെയും ലോകത്തിൻ്റെയും നിലവിലുള്ള അവസ്ഥയെ വെളിപ്പെടുത്തുന്നതാണ് ട്രംപിൻ്റെ സുദീർഘമായ ഈ അഭിമുഖം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.